നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളാണ് പട്ടി, പൂച്ച, പശു, ആട് അതുപോലുള്ള താൽക്കാലികൾ. ഇതിനകത്ത് പല സമയങ്ങളിലും ഇതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. കുറേ പേർക്ക് ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും. അത് എന്തുകൊണ്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്നു, ഈ നാൽക്കാലികൾ വളർത്തേണ്ട ഉദ്ദേശ ലക്ഷ്യം എന്താണ്? പഴയ കാലഘട്ടങ്ങളിലുള്ള ആളുകൾക്ക് ഇതിനെപ്പറ്റി നല്ല പരിജ്ഞാനം ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്നു. അപ്പോൾ നമ്മൾ മാത്രമല്ല ഈ വീട്ടിലുള്ളത്, അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തുള്ളത്. ഒരുപാട് എനർജീസ്, പല ശക്തികളും ആ വീടിൻ്റെ പരിസരങ്ങളിലുണ്ട്. അതേപോലെ തന്നെ നല്ലതും ചീത്തയുമായ പല ശക്തികളും നമ്മളുടെ വീട്ടിൻ്റെ അകത്തേക്ക് കൂടി, അല്ലെങ്കിൽ വീടിൻ്റെ കോമ്പൗണ്ടിൽ കൂടി വരുന്നു പോകുന്നു. രാത്രി സമയങ്ങളിൽ പല യാമങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് കൂടിയാണ് പട്ടി, പൂച്ച, ഇതുപോലുള്ള പശു, ഇതുപോലുള്ള ജീവികളെയൊക്കെ പഴയ ആൾക്കാർ വളർത്തിയിരുന്നത് എന്നുള്ളതൊക്കെ അതിൻ്റെ സയൻസ് അറിഞ്ഞൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് എൻ്റെ ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസ്, ഞാൻ ഈ പ്രൊഫഷണലായ രീതിയിൽ കൂടി ഹീലിംഗ് പരിപാടിയൊക്കെ, പ്രത്യേകിച്ച് മഹാകാളി ഹീലിംഗ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഒരുപാട് ക്ലയൻസിൻ്റെ അടുത്ത് വന്നു പോയിട്ടുണ്ട്. അപ്പോൾ പലരുടെ അനുഭവങ്ങളിൽ കൂടി എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ പൂച്ചയുടെ ഒരു കാര്യം. ഈ പൂച്ചകൾ ഇതേപോലെ നമുക്ക് കാണിച്ചു തരും, സൂചനയായിട്ട് കാണിച്ചു തരും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വീട്ടിലുള്ള ഒരാളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ബാധ വന്ന് കയറി, നെഗറ്റീവായിട്ടുള്ള എനർജി വന്ന് കയറി, ഏതെങ്കിലും ബാധകളോ ദുഷ്ടശക്തികളോ, അല്ലെങ്കിൽ അത് ഒരാൾ ചെയ്ത് വിടണമെന്നില്ല, നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് പോകുന്ന എനർജീസ് ആയിരിക്കാം. രാത്രി സമയങ്ങളിൽ പോകുന്ന എനർജി ആയിരിക്കും. ചിലപ്പോൾ നമ്മളോട് കുറച്ച് നേരം വന്ന് നമ്മുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്തിരിക്കും. ചിലപ്പോൾ വിട്ടു പോകുന്നതായിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ്. ഓരോ ആളുകൾക്ക് ഓരോ രീതിയാണ്, മീൻസ് ഓരോ സ്ഥലങ്ങളുടെ കിടപ്പ് വെച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് ഈ പൂച്ച ഉണ്ടല്ലോ, പൂച്ചയ്ക്ക് ഇതെല്ലാം കാണാൻ പറ്റും. പട്ടി, പൂച്ച, പശു, ഇവർക്കൊക്കെ കാണാൻ പറ്റും. ഇതുപോലുള്ള ശക്തികളെ മുഴുവൻ കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഈ സാധനം കയറി ഇരുന്ന് കഴിഞ്ഞാൽ, വീട്ടിൽ വളർത്തുന്ന പൂച്ച ഉണ്ടെങ്കിൽ ഈ പൂച്ചയുടെ ഒരു പ്രത്യേക ഒരു ആക്ഷൻ ഉണ്ട്, ഒരു പ്രത്യേക ഒരു കരച്ചിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര പേടിച്ച പോലെ നമ്മൾ നോക്കും. അതിങ്ങനെ രോമമെല്ലാം എഴുന്നേറ്റിട്ട് ബാക്കിലേക്ക് നടക്കുന്ന പോലെ, നമ്മൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറകോട്ട് നടന്നു പോകും. പ്രത്യേക രീതിയിലുള്ള ശബ്ദങ്ങളുണ്ടാക്കും. ചിലപ്പോൾ പൂച്ചകൾ, നമ്മുടെ പുറത്തുനിന്നുള്ള പൂച്ചകൾ നമ്മുടെ വീട്ടിലേക്ക് ചിലപ്പോൾ എൻട്രി ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ സമയങ്ങളിൽ, ലക്ഷണങ്ങളായിട്ട് അങ്ങനെയും വേണമെങ്കിൽ പറയാം. പട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ. പട്ടികൾ ഓരിയിടുക എന്ന് പറഞ്ഞില്ല, ഒരു പ്രത്യേക രീതിയിൽ ശബ്ദം ഉണ്ടാക്കും. ചിലപ്പോൾ പട്ടികൾ പേടിച്ചരണ്ട പോലെ അവിടെ കിടക്കും ചില ശക്തികളെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമൻ്റ് ഇടാവുന്നതാണ്. അപ്പോൾ അത് ചിലർക്ക് ഇത് പെട്ടെന്ന് അറിയാൻ പറ്റും, ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട് എന്നുള്ളത്. ചില ആൾക്കാർക്ക് അറിയാൻ സാധിക്കുകയില്ല, കാരണം അവർക്ക് ഇതിനെപ്പറ്റി വലിയ പരിജ്ഞാനം കാണത്തില്ല. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്കൊരു അവയർനെസ് തരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക. നെഗറ്റീവ് എനർജീസ് വന്നു പോകുന്ന ഒരു സംഭവം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അവിടെ ചെയ്താൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ചില ഒരു സ്വാധീനം കുറക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കല്ലുപ്പ് വെക്കുക, അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട്. എന്നാലും പൂർണ്ണമായിട്ടും അത് ചിലത് വിട്ടു പോകത്തില്ല. അപ്പോൾ അതിന് നമ്മൾ ഈ ഹൗസ് ഹീലിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ ചിലവില്ലാത്തൊരു പരിപാടിയാണ്. ഞാനധികം അതിനൊരു വലിയൊരു എമൗണ്ടൊന്നും അങ്ങനെ വാങ്ങുന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ വലിയ എമൗണ്ട് വാങ്ങി ചെയ്യുന്ന ആളൊന്നുമല്ല. ചെറിയ പൈസക്ക് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്. ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ, ആളുകളുടെ രീതി വെച്ചിട്ടൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ചാർജ് ചെയ്യാറുള്ളൂ. അങ്ങനെ ആളുടെ കുട്ടിക്കൊന്ന് പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ മനുഷ്യനൊന്നുമല്ല ഞാൻ. ഇത് നമ്മളൊരു ചെറിയൊരു പൈസയിൽ ഒരു ചെറിയ പരിപാടി, ഒരു പരീക്ഷണം എന്നുള്ള മട്ടിലാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ അതിപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തു കൊടുത്ത് അത് സക്സസ്ഫുള്ളാണ്. പക്ഷേ അതിനൊരു കാലാവധി ഉണ്ട്. ചെറിയൊരു പീരീഡിൽ മാത്രമേ അത് വർക്കാവുള്ളൂ, ശാശ്വതമല്ല. കാരണം അതിൽ കടന്നു പോകുന്ന സാധനത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. താൽക്കാലികമായിട്ട് നമുക്കൊരു തട, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ ചെയ്തിട്ട് ആൾക്കാർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു തന്നതാണ്, പൂച്ചകൾ അതുപോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളർത്തുക വീട്ടിൽ. അവർക്ക് ഫുഡ് കൊടുക്കുക. കാരണം എന്നറിയോ, നിങ്ങൾക്ക് വരാനുള്ള ചില കാലക്കേടുകൾ, ചിലപ്പോൾ ഒരു വലിയൊരു കാലക്കേട് നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ടാവും. ആ വരാനിരിക്കുന്ന കാലക്കേട് വരെ പാവ മൃഗങ്ങൾ എടുത്തുകൊണ്ട് പോകും. അത് പെട്ടെന്ന് മരിച്ചു പോകും. പൂച്ച, പട്ടി,
ഇത്തരം കാര്യങ്ങൾ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഹീൽ ചെയ്ത് കൊടുത്ത ഒരു ക്ലയൻറ്റ് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലെ ഡോഗ് പെട്ടെന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ട്, പിന്നെ വേറെ വീട്ടിൽ വല്ല പൂച്ച ചത്തുപോയി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരാൾക്ക് ഹീലിംഗ് ചെയ്ത് കൊടുത്ത് പൂച്ചകൾ ഭയങ്കര പ്രശ്നം വരുന്ന വീട്ടിൽ ഹീലിംഗ് കഴിഞ്ഞപ്പോൾ ആ പൂച്ചകൾ ശാന്തരായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരാൾ. അങ്ങനെ മിക്കവരും ഇങ്ങനെ പറയാറുണ്ട്. കാര്യം ഹീലിംഗ് കഴിയുമ്പോൾ, നമ്മുടെ മഹാകാളി ഹീലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കേട്ടോ. അല്ലാണ്ട് എനിക്കിതൊന്നും വലിയ നോളജുള്ള ആളൊന്നുമല്ല. പക്ഷേ ആളുകളുടെ അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. മിക്കവാറും അനുഭവങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിൽ നിന്നാണ് ഞാനെല്ലാം കൂട്ടി വായിക്കുന്നത്. ഒരാളല്ല, പല ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ വളർത്തുമൃഗങ്ങൾ വീട്ടിൽ വളർത്തുന്നതിൻ്റെ പഴയ കാലഘട്ടങ്ങളിൽ ആളുകൾ, കാരണവന്മാർ, അവർക്ക് നല്ല വിവരമുള്ളവരായിരുന്നു കാരണവന്മാർ. എല്ലാ കാര്യത്തിലും നല്ല പരിജ്ഞാനം വരും. ഇന്ന് നമ്മൾ കാരണവന്മാരെയൊക്കെ പുച്ഛിക്കും. കാരണവന്മാർക്ക് വരില്ല എന്ന് പറയും. ആക്ച്വലി നമുക്കാണ് വരില്ലാത്തത്, കാരണവന്മാർക്കല്ല. അവർക്ക് നല്ലോണം അറിവുണ്ടായിരുന്നു കാര്യങ്ങൾക്ക്. നമ്മൾ ഹൈടെക് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്നു, പക്ഷേ എല്ലാവരും രോഗികളാണ്. പഴയ കാരണവന്മാരെ നോക്കിയേ, ഇവർക്കൊക്കെ വലിയ അസുഖം ഉണ്ടോ? ഒരു അസുഖമില്ല. അവർ വളർന്നു വന്ന സാഹചര്യങ്ങളും കൃത്രിമമായ ജീവിത രീതിയല്ല, അവർ വളരെ നാച്ചുറലായിട്ടുള്ള രീതിയിലാണ് അവർ ജയിച്ചു വന്നേക്കണത്. നമ്മളെങ്ങനെയാണോ? നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ വളർത്തുമൃഗങ്ങളുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. മറ്റൊന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയൊരു പട്ടിക്കുഞ്ഞിനെയോ അല്ലെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞിനെയോ വീട്ടിൽ വളർത്താൻ ശ്രമിക്കുക. അസൗകര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വീടിനകത്ത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം ഇതിൻ്റെ രോമമെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. രോമം പറന്നിട്ട് ഫുഡിലൊക്കെ കയറി പിടിച്ചു കഴിഞ്ഞാൽ വേറെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലത്ത് ഒരു പ്രത്യേക പ്ലേസിനകത്ത് നിങ്ങൾക്ക് ഇതിനെ വളർത്താവുന്നതാണ്. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്, ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് വരാനിരിക്കുന്ന ദുരിതങ്ങൾ അവർ കൊണ്ടുപോയിക്കോളും. എനിക്ക് പല പ്രാവശ്യം പൂച്ചകളെക്കാളും പട്ടികളാണ് എൻ്റെ ലൈഫിൽ എന്നെ ഹെൽപ്പ് ചെയ്തേക്കണം ഒരുപാട് പ്രാവശ്യം. ഇപ്പോൾ ഈ അടുത്തും കൂടി ഒരു 3-4 മാസം മുന്നേ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിർദിയിലേക്ക് ഞാൻ പോകാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത്, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പട്ടി പുറത്തുനിന്ന് വന്നിട്ട് പെട്ടെന്ന് വന്ന് കരഞ്ഞ്, അവിടെ കുറേ നേരം കരഞ്ഞിട്ട് അവിടെ കിടന്ന് പെട്ടെന്ന് മരണപ്പെട്ടു. എന്നിട്ട് അതിനെ ഞാൻ എടുത്ത് മറവ് ചെയ്ത് കുഴിയെ കുത്തി അതിനെ മറവ് ചെയ്തിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറി പോയത്. അപ്പോൾ അതെൻ്റെ ഒരു വലിയൊരു ബ്ലോക്ക്, വലിയൊരു തടസ്സമാണ്. എന്തോ വരാനിരിക്കുന്ന വലിയ ദുരന്തമാണ് ആ ഡോഗ് ഉണ്ടായത്. അപ്പോൾ അതെല്ലാം ഭയങ്കരമായ അനുഭവങ്ങളാണ്. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകും. മൂകാംബികയിലോ ഇവിടെ കിടക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. യാത്ര പോയി വീട്ടിൽ മടങ്ങി വരുമ്പോൾ ഇതേപോലെ ഒരു പട്ടിയോ എന്തെങ്കിലും അവിടെ ചത്തെടുക്കുന്നുണ്ടാവും. അടുപ്പിച്ച് 2 പ്രാവശ്യം ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. 2 പട്ടികളെ ഞാൻ മറവ് ചെയ്തിട്ടുണ്ട്. ഞാൻ വന്ന് കയറിയിട്ട് ആദ്യം ചെയ്ത പരിപാടി പട്ടീനെ മറവ് ചെയ്യലായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ല മഴക്കാലമാണ്. നല്ല മഴക്കാലത്ത് ഇതിനെ മറവ് ചെയ്യാനായിട്ട് പറമ്പിൽ കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ അതിനെ മറവ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസാണ്. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.